ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്നുള്ളത് മലയാറ്റൂരാണ്. മലയാറ്റൂർ മല കയറാൻ വേണ്ടി പോവാണ്. ഓശാന ദിവസമാണ് നമ്മൾ മല കയറിയത്. അപ്പോൾ മലയാറ്റൂരിലെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മൾ എറണാകുളം പാലാരിവട്ടത്തു നിന്നാണ് യാത്ര തിരിച്ചത്. കാലടിയിൽ വന്ന് ചേർന്നിട്ട് പിന്നെ നമ്മൾ താഴെ നിന്ന് മല കയറി തുടങ്ങുവാണ്. കുറേ ജനങ്ങളുണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസമാണ്, ഓശാനയാണ്, നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഞങ്ങളൊരു 5 പേരുണ്ടായിരുന്നു മലയാറ്റൂർ മല കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. എത്രയും പെട്ടെന്ന് തന്നെ മേലോട്ട് നടന്ന് നീങ്ങുവാണ്. നമ്മൾ ചെല്ലുമ്പോൾ രാവിലെ ഒരു 8:30-9 മണി സമയമാണ് ചെല്ലുന്നത്. അപ്പം കുർബാന നടക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മൾ മല കയറി ഏറ്റവും മേലെ ചെന്നിട്ട് ഓല വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ നടന്നു തുടങ്ങുന്നത്. സീസൺ ആയതുകൊണ്ട് തന്നെ ഫുൾ കടകളാണ്. 2 സൈഡിലും കടകളും കച്ചവടക്കാരുമായിട്ട് എല്ലാം തിരക്കേറിയ തന്നെ സമയമാണ്. ആൾക്കാരിങ്ങനെ ഒഴുകി നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ നടന്നേക്കുന്നത്. നമ്മൾ പിന്നെ കുരിശ് ഓരോ സ്ഥലങ്ങളിലും കത്തിക്കാൻ വേണ്ടിയിട്ട്, 14 സ്ഥലങ്ങളിലും കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തിരിയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി. എന്നിട്ട് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു നടക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും കയറുമ്പോൾ തന്നെ 1-2 ബോട്ടിൽ വെള്ളമൊക്കെ കൈ കരുതിയിട്ട് തന്നെയാണ് കയറുന്നത്. ഇവിടുന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 14 സ്ഥലം എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്യൂരിഫൈ ചെയ്ത വെള്ളം കിട്ടുകയുള്ളൂ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തന്നെ കൈകളിൽ ഓരോ 1-2 ബോട്ടിലൊക്കെ വെള്ളം കരുതുന്നുണ്ട്. നമ്മൾ അതുപോലെ ഒരു ബോട്ടിൽ വെള്ളം കൈയിൽ കരുതി അവിടെ തന്നെ മേടിച്ചു. അറൗണ്ട് ഒരു 2 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് മേളിലോട്ട് നടന്ന് കയറാനുള്ള മല ആയിട്ടുള്ളത്. അപ്പം ഇവിടെ ഓൾറെഡി രാത്രിയിൽ കയറി ഇറങ്ങിയ ആൾക്കാർ, അവരുടെ വണ്ടികൾ, അങ്ങനെ എമർജൻസിക്ക് വേണ്ടിയിട്ടുള്ള ആംബുലൻസുകൾ, അങ്ങനെ എല്ലാ സർവീസുകൾക്കും വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. രാവിലെ 9:30 കൂടി തന്നെ നേർച്ചക്കഞ്ഞി താഴെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ മല കയറി തുടങ്ങേണ്ടത്. ഇവിടെ കാണുന്നുണ്ട് എല്ലാ നേർച്ചക്കഞ്ഞി കൊടുക്കുന്നതുമായിട്ടുള്ള തിരക്കും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു വടി മേടിച്ചിട്ടുണ്ടായിരുന്നു. എളുപ്പത്തിൽ കയറി പോകാൻ വേണ്ടി സാധിക്കാൻ വേണ്ടിയിട്ട് ഒരു വടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുത്തിയിട്ട് അങ്ങ് കയറി നടക്കുക എന്നുള്ളതാണ്. ആദ്യം ഒരു 200 മീറ്ററൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നല്ല കുത്തനെയുള്ള കയറ്റവും അതുപോലെ വലിയ ഉരുണ്ട കല്ലുകളാലൊക്കെ നിറഞ്ഞ വഴികളാണ്. അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് വരുമ്പോൾ ഇത് നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയിൽ നടന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ട് എല്ലാവരും, ചേട്ടൻ്റെ കുഞ്ഞാണ്, ചേട്ടനും ചേച്ചിയൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു മലയാറ്റൂർ പോകാൻ വേണ്ടി. നമ്മളെല്ലാവരും കൂടി അവിടെ ഇരുന്നു ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് 1-ാം സ്ഥലം എത്തി. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച് തിരിയും കത്തിച്ചിട്ടായിരുന്നു ഓരോ സ്ഥലങ്ങളും കവർ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന തിരി, എല്ലാവരും തന്നെ അവിടെ തിരി കത്തിക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. നമ്മളും അതുപോലെ തിരി കത്തിച്ചിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് മടുക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മല കയറിയത്. എങ്കിലും മല കയറുമ്പോൾ നമുക്കൊരു ശക്തി കിട്ടും. അത് കയറി മേളെ എത്താനും നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി. 2-ാം സ്ഥലം എത്തി. 2-ാം സ്ഥലം അതുപോലെ നമ്മൾ 2-ാം സ്ഥലത്തിലെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി തിരിയും കത്തിച്ച് അങ്ങനെ ആൾക്കാരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. താഴോട്ട് ഇറങ്ങുന്നവരും ഉണ്ട്, മേളിലോട്ട് കയറുന്നവരും ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല മടുപ്പുണ്ടായിരുന്നു. എങ്കിലും നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിച്ച് ഒരുമിച്ച് മല കയറാൻ വേണ്ടി ശ്രമിച്ചു. ഇങ്ങനെ ആൾക്കാർ കയറി വരുന്ന കാണുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ വെള്ളമൊക്കെ കിട്ടും. അവിടെ പൈപ്പിൽ വരുന്ന വെള്ളമാണ്. കുടിക്കാൻ നല്ലതാണെന്ന് അറിയത്തില്ല. ഫിൽറ്റേർഡ് വാട്ടറൊന്നും അല്ല. എല്ലാവരും മുഖം കഴുകാനൊക്കെ ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലങ്ങളിലോട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നല്ല വലിയ വെയിലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും മരങ്ങളും തണലൊക്കെയുള്ള ഏരിയ തന്നെയാണ്. പിന്നെ കൂടുതൽ ആൾക്കാർ രാത്രിയൊക്കെ കയറുന്നതിൻ്റെ കാരണം ക്ഷീണം കുറവായിരിക്കും. പിന്നെ ഇതിപ്പോൾ നമ്മൾ 3-ാം സ്ഥലം എത്തി. അവിടെയും നമ്മൾ കുരിശിൻ്റെ വഴിയുടെ 3-ാം സ്ഥലത്തെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി തിരി കത്തിച്ചു. പിന്നെ 3-ാം സ്ഥലത്ത് നിന്ന് 4-ാം സ്ഥലത്തേക്ക് പെട്ടെന്ന് അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ 4-ാം സ്ഥലം എത്തി. 4-ാം സ്ഥലത്തെത്തി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ആൾക്കാരുണ്ട്. എല്ലാവരും പിന്നെ കുരിശുമുത്തപ്പോവൻ മല കയറ്റുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് മല കയറുന്ന ആൾക്കാരുണ്ട്. കുരിശിൻ്റെ വഴിയുടെ പാട്ടുകൾ പാടി കയറുന്നവരുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ നിർത്തി കുരിശിൻ്റെ വഴി ചൊല്ലി കയറുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് കുർബാനയുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഇടയ്ക്കൊന്ന് റെസ്റ്റൊക്കെ എടുത്തിങ്ങനെ ഇരിക്കുവാണ്. ഇനി അങ്ങോട്ട് 4 സ്ഥലങ്ങളെ ആയിട്ടുള്ളൂ. ബാക്കി കിടക്കുവാണ്. 10 സ്ഥലങ്ങൾ കയറി ബാക്കി പ്രാർത്ഥനകളൊക്കെ ചെല്ലണം. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.